നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഈ ക്ലർക്ക് എവിടെ ഇരുന്നിട്ടുണ്ടോ അവിടെ എല്ലാം പ്രശ്നക്കാരനായിരുന്നെന്നാണ് പറയുന്നത്. ഇവിടെ അവസാനം GV രാജയിൽ ഇരുന്നിട്ടാണ് വന്നത്. ഇയാൾ ഒരു വണ്ടി കത്തിച്ച കേസിലും പ്രതി എന്നാണ് പറയുന്നത്. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സ്കൂളിനുള്ളിൽ ക്ലർക്കിന്റെ ഗുണ്ടായിസം, തറ ഗുണ്ടയാണിയാളെന്നും മയക്കുമരുന്നിന് അടിമയാണെന്നും കുട്ടികൾ പലതവണ അധികൃതർക്ക് പരാതികൾ കൊടുക്കുന്നു. എന്നാൽ ഈ പരാതികളൊന്നും തന്നെ സ്കൂൾ അധികൃതർ മുഖവിലക്കെടുക്കുന്നില്ല. പെൺകുട്ടികളോട് മോശമായ രീതിയിൽ പെരുമാറുകയും ആൺകുട്ടികളെ കയ്യിൽ കിട്ടുന്ന കമ്പും കമ്പിവടിയും ഒക്കെ ഉപയോഗിച്ച് ഉപദ്രവിക്കാൻ ചെല്ലുകയും കുട്ടികളെ പച്ച തെറി വിളിക്കുകയും ചെയ്യുന്ന ഒരു ക്ലർക്ക്. പലതവണ പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. അതിന്റെ അനന്തരഫലമാണ് ഇപ്പോൾ തിരുവനന്തപുരം കാട്ടാക്കടയിലെ ഒരു സ്കൂളിൽ സംഭവിച്ചിരിക്കുന്നത്. ആ സ്കൂളിൽ +1 വിദ്യാർത്ഥി തൂങ്ങി മരിച്ച സംഭവം ഇപ്പോൾ കാട്ടുതീ പോലെ പടർന്നിരിക്കുകയാണ്. ആ കുട്ടിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നുള്ള ആരോപണം ശക്തമാകുന്നു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എല്ലാവരും മരിച്ച ബെൻസൺ എന്ന +2 വിദ്യാർത്ഥിയുടെ ബന്ധുക്കളും ക്ലർക്കിനെതിരെ ആരോപണം ഉന്നയിക്കുകയാണ്. എന്തുകൊണ്ട് ഇത്രയധികം പരാതികൾ ഈ ക്ലർക്കിനെ കുറിച്ച് കുട്ടികൾ തന്നെ പറഞ്ഞിട്ടും അധികൃതർ നടപടിയെടുത്തില്ല? ഇതാണ് ഇപ്പോൾ ചോദ്യമായി ഉയരുന്നത്. ഈ ക്ലർക്ക് മുൻപ് ഒരു ക്രിമിനൽ കേസിലെ പ്രതിയാണെന്നും ഗുണ്ടായിസം ഇയാളുടെ കയ്യിലിരിപ്പാണ് എന്നും നിരവധി തെളിവുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇത്രത്തോളം ക്രിമിനലായ ഒരാളെ സ്കൂളിൽ എങ്ങനെ ജോലിക്കെടുത്തു എന്നുള്ള ചോദ്യം ശക്തമാകുകയാണ്. ബെൻസൺ എന്ന വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പും തൊഴിൽ വകുപ്പും മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ഉബൈദിനാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. കുറ്റിച്ചൽ വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി കുറ്റിച്ചൽ എരുമക്കുഴി സ്വദേശി ബെൻസൺ എബ്രഹാമിനെയാണ് രാവിലെ സ്കൂളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളാണ് ആ സ്കൂളിൽ ഉണ്ടായത്. ക്ലർക്കിനെതിരെ വിദ്യാർത്ഥികൾ ഇളകി രംഗത്തേക്ക് വരികയും പിന്നീട് വിദ്യാർത്ഥി സംഘടനകൾ അവിടേക്ക് എത്തുകയും സമരം നടത്തുകയും ഒക്കെയാണ് ചെയ്തത്. ക്ലർക്കിനെ ഉടൻ തന്നെ പറഞ്ഞു വിടണം എന്നുള്ള ആവശ്യമാണ് വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതുപോലെ ഒരു ക്ലർക്കിനെ ഇത്രകാലം എന്തിനു വെച്ചു പൊറുപ്പിച്ചു എന്ന ചോദ്യമാണ് ശക്തമാകുന്നത്. ഇപ്പോൾ മരിച്ച ബെൻസന്റെ സുഹൃത്തും ബന്ധുക്കളും ഒക്കെ ഈ വിഷയത്തിൽ മലയാളി വാർത്തയോട് പ്രതികരിച്ചിട്ടുണ്ട്. അത് കേട്ടു നോക്കൂ. അറിഞ്ഞത് ഇന്നലെ ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്ത് കുറച്ച് ദിവസം കൊണ്ട് കൊടുക്കുന്നില്ല. പ്രോജക്റ്റ് കൊടുക്കാനായിട്ട് ചെന്നപ്പം ടീച്ചർ ഒപ്പിട്ട് കൊടുത്തില്ല. അത് താമസിച്ച് ചെന്നതുകൊണ്ടാണ് ഒപ്പിട്ട് കൊടുക്കാത്തതെന്ന് പറഞ്ഞ് പിള്ളേരെ കൂടുതൽ വഴക്കൊക്കെ പറഞ്ഞു എന്നിട്ട് ഒപ്പിട്ട് കൊടുത്തത്രേ. ഒപ്പിട്ട് കൊടുത്ത് ക്ലർക്കിൻ്റെ അടുത്ത് സീൽ ചെയ്യാൻ കൊണ്ട് ചെന്നപ്പോൾ ക്ലർക്ക് സീല് ചെയ്യാതെ പിള്ളേരെ വരട്ടുകയും തന്തയ്ക്ക് പറയുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഈ പയ്യൻ ബെൻസൺ വന്നിട്ട് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ എന്നെ മോശമായി സംസാരിച്ചു എന്ന് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പറയുമ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞത് കുട്ടിയുടെ രക്ഷകർത്താവിന് വരാനാണ് പറഞ്ഞത്. തെറ്റ് ചെയ്ത ക്ലർക്കിനെ അല്ല ശാസിച്ചത്, രക്ഷകർത്താവിനെ വരാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞത്രേ, പിന്നെ നീ നാളെ പരീക്ഷ സർക്കാരിൽ എഴുതണോ ഇവിടെ എഴുതണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും, നിൻ്റെ രക്ഷകർത്താവ് വരട്ടെ എന്നാണ് പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഈ ക്ലർക്ക് എവിടെ ഇരുന്നിട്ടുണ്ടോ അവിടെ എല്ലാം പ്രശ്നക്കാരനായിരുന്നെന്നാണ് പറയുന്നത്. ഇവിടെ അവസാനം GV രാജയിൽ ഇരുന്നിട്ടാണ് വന്നത്. ഇയാൾ ഒരു വണ്ടി കത്തിച്ച കേസിലും പ്രതി എന്നാണ് പറയുന്നത്. വ്യക്തതയില്ല. ഇയാളെ നോർമൽ അല്ലാത്ത ഒരാളാണ്, ഇയാൾ അബ്നോർമലാണ്. ഇയാളെ എങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് വന്നെന്ന് നമുക്ക് അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നു PSC എഴുതിയൊന്നും വന്നോളായിരിക്കാൻ സാധ്യതയില്ല. ഡൈഹാർനസിൽ വല്ലതും കയറിയ ആളായിരിക്കും. ഇയാളെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറത്താക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ലൊരു ഭരണത്തിന് ഞങ്ങളുടെ നാട്ടിലുള്ളൊരു നല്ലൊരു സർക്കാർ പള്ളിക്കടമാണ്. മലയോര മേഖലയായ ഈ കോട്ടൂർ അഗസ്ത്യാർ കൂടം ഇവിടെ നിന്നൊക്കെ വരുന്ന ധാരാളം ട്രൈബൽ വിദ്യാർത്ഥികൾ ഒക്കെ പഠിക്കുന്ന ഒരു സ്കൂളാണ് ഈ പള്ളിക്കടം. ഇതിനെ ഇങ്ങനെ ആക്കി ഇയാളെ സർവീസിന് പുറത്താക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബെൻസൺ നല്ല പഠിക്കുന്ന കുട്ടിയാണ്. നല്ല ഇംഗ്ലീഷിൽ ടാലൻ്റ് ഉള്ളൊരു പയ്യൻ. ഇവർ ഏറെ നാൾ ബാംഗ്ലൂരായിരുന്നു. അവിടെ നിന്നാണ് ഇവിടെ വന്ന് സെറ്റിലായത്. ഇപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ചോദിക്കും, നിനക്കെന്താ മലയാളത്തിൽ പറഞ്ഞൂടെ എന്നൊക്കെ ചോദിച്ച് അങ്ങനെയും ചെറിയ വികാരം ഉണ്ടെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഒറ്റ മകനാണോ? ഇല്ല, വേറൊരു അവൻ്റെ ഒരു മൂത്തൊരു പെൺകുട്ടിയുണ്ട്, അച്ഛനും അമ്മയുണ്ട്. നിങ്ങളുടെ ബന്ധുക്കളെന്ന രീതിയിൽ എന്ത് നീക്കമാണ് എടുത്തത്? ഇങ്ങനെ ക്ലർക്കിനെതിരെ ഞങ്ങൾ നിയമപരമായിട്ട് വിദ്യാഭ്യാസ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ പരാതി കൊടുക്കേണ്ട സംവിധാനങ്ങൾ നീങ്ങിക്കഴിഞ്ഞു.
പ്രാഥമിക RDOക്ക് ഞങ്ങൾ പരാതി കൊടുത്തു കഴിഞ്ഞു. ഇനി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊക്കെ ഞങ്ങൾ ബന്ധപ്പെടാനാണ് തീരുമാനം. അതെ, അങ്ങനെ ഒരു കുട്ടിയെ കമ്പി എടുത്ത് അടിക്കാൻ പോയെന്നും പറയുന്നു. വേറൊരു മീഡിയാസിലെ ഒരു ലേഡി, അവരുടെ പേരെനിക്കറിയാം, ഇവിടെ പേരുമുട്ടുള്ള അവരുടെ തന്തയും പറഞ്ഞെന്ന് അവരൊരിക്കൽ അവരെ കൊച്ചിനെ തിരക്കി ഇവിടെ വന്നപ്പോൾ ഇയാൾ നോർമലല്ലേ, ഇയാൾ തലയ്ക്ക് സുബോധം ഇല്ലാത്തവനാണെന്നാണ്. അതെ, അറിയാൻ പാടില്ല ഇയാൾ. എൻ്റെ കുട്ടികളൊന്നും പഠിച്ചില്ല. ഞാനിവിടെ മുമ്പ് PTA പ്രസിഡന്റ് കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. ഞാനിവിടെ എൻ്റെ മക്കൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ചിട്ടുള്ള സ്കൂളാണ്. അപ്പോൾ ഇയാളെ പോലെയുള്ള ഒരാൾ ഇങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ച് പൊറപ്പിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അവൻ പറഞ്ഞു, അവൻ അവിടെ ഉടക്കായി, അവർ തമ്മിൽ ഉടക്കായി. എൻ്റെ തന്തയുടെ വെച്ച് ചീത്ത വിളിച്ച് എൻ്റെ തന്തയ്ക്ക് കയറി വിളിച്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ പോയി ചോദിച്ചപ്പോൾ നീ എന്തൊക്കെ ഇങ്ങനെ മോശമായിട്ട് ഇഷ്ടം പോലെ പറഞ്ഞ് നമ്മൾ പിന്നെ അടിക്കാനൊക്കെ ആകുമ്പോൾ ബെൻസ് അടിക്കാൻ പോയി. പിന്നെ നമ്മളെല്ലാവരും കൂടെ പിടിച്ച് മാറ്റി ഞങ്ങൾ പുറത്തിട്ട് അവിടെ നിന്നോ കാണുമ്പോൾ എല്ലാം ചോദിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളിനകത്ത് പ്രശ്നമായ സസ്പെൻഷൻ കിട്ടും. അത് നമുക്ക് കുറേ വഴക്കുള്ളതുകൊണ്ട് സസ്പെൻഷൻ കിട്ടും. അത് അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ നമുക്കേ കിട്ടുള്ളൂ. നമ്മൾ പിന്നെ അങ്ങോട്ടൊന്നും പോയി ചോദിച്ചൊന്നുമില്ല. പിന്നെ എൻ്റെ പേരും പറഞ്ഞ് രാത്രി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കയറിത്തോന്നു. ബെൻസൺ കയറിത്തോന്നു. ഇല്ല, നമ്മൾ സീലടിച്ചിട്ട് ആ വീട്ടിൽ സാറിൻ്റെ നമ്മൾ ഒപ്പ് വാങ്ങിച്ചിട്ട് നേരെ ഇവിടെ വന്ന് സീലടിക്കണം. ഏറ്റവും വലിയ സീലടിക്കണം, എന്നാലേ പരീക്ഷയ്ക്ക് കയറ്റുള്ളൂ. നമ്മൾ രാവിലെ 9 മണിക്കാണ് എക്സാം എന്ന് പറഞ്ഞത്. നമ്മൾ 9 മണിക്ക് തന്നെ എത്തി കയറി നിന്ന്. അപ്പോൾ കുറച്ചും കൂടെ എഴുതാൻ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ പിന്നെ ഇവിടെ നിന്ന് എഴുതിയിട്ട് കയറി സാറിൻ്റെ ഒപ്പം വാങ്ങിച്ചിട്ട് ഒരു സീലടിക്കാണ്ട് പോയപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ തന്നെ ഉച്ചയായി. അപ്പോഴാണ് ഉച്ചയ്ക്ക് സംഭവം. ഇങ്ങനത്തെ ഒരു പ്രശ്നക്കാരാണ് നേരത്തെയും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? നിങ്ങൾ കുട്ടികളായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പരാതിപ്പെട്ടിരുന്നു? നമ്മൾ പരാതി കൊടുത്ത് മടുത്ത്. പെൺപിള്ളേർ വരെ പരാതി കൊടുത്തിട്ടുണ്ട്. എന്താണ് ശരിക്കും കയറി എപ്പോഴും തന്തക്ക് വിളി ചീത്ത വിളിയാണ്, മോശമായിട്ടൊക്കെ. എപ്പോഴും നീ അങ്ങനെയല്ലടാ, ഇങ്ങനെയല്ലേ, നീ അല്ലടാ മോശമായിട്ട്, അങ്ങനെ നീ അല്ലേ കുട്ടികളെ തൊലക്കണം എന്നൊക്കെ ഒരുമാതിരി വർത്താനമാവുക. അപ്പോൾ നമ്മൾ എത്ര വട്ടം അങ്ങനെ അടിക്കാൻ പോയിട്ടുണ്ട്. പക്ഷേ നമ്മളെല്ലാം പിടിച്ച് മാറ്റും. നമ്മളെ അടിച്ചാൽ അങ്ങനെ ഭാഗത്ത് തെറ്റ് കാണില്ല. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ അങ്ങനെ കയറി നമ്മൾ ചീത്ത വിളിച്ചിട്ട് പറഞ്ഞാൽ അങ്ങനെ പരാതി കൊടുക്കും. നമുക്കല്ലേ കേസ്. പിന്നെ നമ്മൾ അടിക്കൂല. പുറത്തിട്ടല്ല കാണണേ നമ്മൾ ചോദിച്ചിട്ടേ ഉള്ളൂ. ഗേറ്റിൻ്റെ ഫ്രണ്ട് വെച്ച് ഞാൻ ഒരു ദിവസം കണ്ടപ്പോൾ ഞാൻ തന്നെ പോയി ചോദിച്ചു, എന്തിനാണ് എൻ്റെ തന്തയ്ക്ക് വിളിച്ചത്? എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് തള്ളിയിട്ടുണ്ട്. ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ട് തള്ളിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം ബെൻസിൽ എങ്ങോട്ടാണ് പോയത്? വീട്ടിൽ ഞാൻ പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ വൈകിട്ട് കണ്ട് പോകണമെന്നൊക്കെ പറഞ്ഞ് വിളിക്കാൻ തന്നെ പറഞ്ഞിട്ട് പിന്നെ പോയി. പിന്നെ വിളിച്ചില്ല. ഞാൻ വെച്ചാൽ എന്നെ കിടന്ന് ഉറയും കാണും എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ നേരത്തെ കിടന്ന് ഉറങ്ങിയിട്ട് 12 മണിയായി എണീച്ചപ്പോൾ കോളൊന്നും വന്നില്ല. ഞാൻ ഉറയും കാണുമെന്ന് പറഞ്ഞു. പിന്നെ അവൻ വീട്ടിൽ എൻ്റെ പേരും പറഞ്ഞ് വെളി ഇറങ്ങിയിട്ടു. അങ്ങനെ വീട്ടിൽ നാളെ വിളിക്കാറില്ല. വീട്ടിൽ വിളിച്ച് പറയും. 3-4 കംപ്ലൈൻറ്റ് ആകുമ്പോൾ വരാൻ പറയും. കംപ്ലൈൻറ്റുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഞാൻ അടിയായിട്ട് അങ്ങനെയൊന്നുമില്ല. അല്ലാതെ ക്ലാസ്സിൽ കിടന്ന് ബഹളം ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ കൊച്ചു പറയാനുള്ളത്. വേറെ ഒന്നും. ഇന്ന് എക്സാമില്ല നമുക്ക്, +2-കാർക്കാണ്. പഠിക്കാൻ കുഴപ്പമില്ല, നോർമലായിട്ടുള്ള. വിചാരിച്ചില്ലല്ലേ, ഷോക്കിംഗ് ആയില്ലേ ന്യൂസ് കേട്ടപ്പോൾ? അല്ലേ, നിങ്ങൾ ഒരു ക്ലാസ്സിലല്ലേ? ഒരു ക്ലാസ്സിലാണ്, ഒറ്റ സുഹൃത്തുക്കളായിരുന്നു. ഒരു 20 പേരൊക്കെ ഉണ്ട്, എല്ലാവരും ഒത്തതായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ക്ലർക്കിനെതിരെ നടപടി വേണമെന്ന് നിങ്ങളുടെ നടപടി വേണം. ഇനി അദ്ദേഹം ഇവിടെ തുടരുന്നത് അങ്ങനെ ഇവിടെ കാല് കുത്തിയ ഇടിക്കണം. എല്ലാവരും ഇടിക്കും. അങ്ങനെ പറയണം, എല്ലാവരും ഇടിക്കും. ഒരു സൂചനയും ഇങ്ങനെ ഒരു നീക്കം രാവിലെ 9 മണിയൊക്കെ ഒരു പയ്യൻ വിളിച്ചിട്ട് പറഞ്ഞ് ഇവൻ കയറി തൂങ്ങിക്കണ്ട സ്കൂളിൽ. ഞാൻ പറഞ്ഞു പോടാ, അവൻ തൂങ്ങിയൊന്നുമില്ല. എന്നിട്ട് രാവിലെ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പിന്നെ വേറെ കുറേ എണ്ണം വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവർക്ക് പോടാ, ഇപ്പോൾ അവന്മാരൊക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓടാ നീ പെട്ടെന്ന് വാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കാക്കാടെ വണ്ടി എടുത്തിനായി വന്നു. അപ്പോൾ സ്കൂൾ എത്ര മണിക്കാണ് ശരിക്കും ഗേറ്റ് അടയ്ക്കുന്നത്? അങ്ങനെ അടയ്ക്കൂല, 10 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് 8:30ക്കാണ് ക്ലാസ്. നമ്മൾ 9 മണിയാകുമ്പോൾ ഇവിടെ എത്തും. പിന്നെ അടയ്ക്കാറില്ല. 10 മണിയൊക്കെ ആകുമ്പോൾ മറ്റേ ഹൈസ്കൂള് 8-9 ക്ലാസ്സാണ്. അപ്പോൾ 10 മണിക്ക് അടയ്ക്കും. 10 മണിക്ക് അടച്ചിട്ട് പിന്നെ ആവശ്യമുള്ളപ്പോൾ പുറത്ത് വിടും. വെള്ളിയാഴ്ച പുറത്തൊക്കെ വിടും, അല്ലാതെ പുറത്തൊക്കെ വിടും. വെള്ളമൊക്കെ വാങ്ങിക്കുക. പിന്നെ 4 മണിക്ക് ക്ലാസ് കഴിയും. 3:15 ബാക്കിയുള്ളവർക്ക് കഴിയും. അടയ്ക്കാറില്ല, സെക്യൂരിറ്റി ഉണ്ട്. സാധ്യത ഒട്ടുമില്ല. പിന്നെ അവനക്ക് എന്തോ അല്ലാതെ തന്നെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും വീട്ടിലെല്ലാം അല്ലാതെ.
വിഷയമായിട്ട് ബന്ധപ്പെട്ട് മോശപ്പെട്ട ഒരു അവർക്ക് പിന്നെ അവരൊക്കെ പിന്നെ സപ്പോർട്ട് ടീച്ചർമാർക്ക് തന്നെ സപ്പോർട്ട് ചെയ്യിക്കുമല്ലോ, ക്ലർക്കിന് തന്നെ സപ്പോർട്ട് ചെയ്യും. ടീച്ചർമാർ HM ആയാലും പ്രിൻസിപ്പളായാലും എല്ലാവർക്കും സപ്പോർട്ട് തന്നെ നിൽക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.